വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അറിഞ്ഞു ജൂലൈ 18 2026 ജൂലൈ 18 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിയട്ടെ, അത് അതിൽ ഞാനില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോഴേക്കും അതിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കി സെക്കൻഡ് സ്റ്റേജിലാണ് എനിക്ക് എക്സാം വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം നോക്കൂ മക്കളെ, ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒരേ ദിവസം തന്നെയാണ് നടക്കണേ. മനസ്സിലാവോ? മനസ്സിലായോ? ഇപ്പൊ ഇവിടെ കാണുന്നില്ലേ? അതായത് ജൂലൈ 18 9:30 മുതല് നമുക്ക് 9:30 റിപ്പോർട്ട് ചെയ്യാനാ പറഞ്ഞേക്കണേ. 10 മണി മുതൽ 11:35 വരെ ഫസ്റ്റ് സ്റ്റേജ് നടക്കും. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ സെക്കൻഡ് സ്റ്റേജ് നടക്കും. ഏതൊക്കെ എക്സാമുകൾക്കുള്ളത്? കമ്പനി ബോർഡ് LGSും അതുപോലെ തന്നെ ബെഫ്കോ LDC തുടങ്ങിയ 2 എക്സാമുകൾക്കുള്ള പ്രിലിംസിന്റെ കാര്യം നമ്മളിവിടെ പറയണേ. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനൊന്നും ഇല്ല, അതായത് വേറൊരു ദിവസം കാത്തിരിക്കാനില്ല, അന്നത്തെ ദിവസം തന്നെയാണ്. അന്നത്തെ ദിവസം 11:35 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി 1:30 ആകുമ്പോഴേക്കും നമ്മൾ എത്രമാത്രം പഠിച്ചു തീർക്കും? ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്യാനും ബാക്കിയുള്ള നമുക്ക് പഠിക്കാത്ത പോർഷൻസ് പഠിക്കാനൊക്കെയുള്ള സമയം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചും കൂടി ഉണർവോടുകൂടി അല്ലെങ്കിൽ ഉഷാറോടുകൂടി ഈ പരീക്ഷയെ നേരിടണം. നമ്മുടെ ഉള്ളില് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ മാസത്തെ കണക്ക് പറയുമ്പോൾ 2 മാസം ഉണ്ട് എന്ന് പറയാം അല്ലെ. അതായത് ഇന്നിപ്പോ 15 അതായത് മെയ് 15 ജൂൺ 15 കഴിഞ്ഞു, ജൂലൈ 15 കൂടി കഴിയാന്ന് വിചാരിക്കും. അപ്പൊ 2 മാസം നമുക്ക് ജൂലൈ 18 എക്സാം. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് ടീച്ചർ നോട്ടിഫിക്കേഷൻ വന്നപ്പോ അതിന് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ വന്നപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടായിരുന്നു. 100 ഡേയ്സിന്റെ ഒരു സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 ഡേയ്സ് കൊണ്ട് നമ്മൾ GKയും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ മാത്സും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 60 ഡേയ്സിന്റെ ഒരു ഹോട്ട് ടോപ്പിക്സ് പ്ലാന്, അതിപ്പോ 20 ഡേയ്സ് ആയിട്ടുള്ളൂ. അതെങ്കിലും നിങ്ങൾ കയറി കണ്ട് പഠിക്കാൻ നിൽക്കുക. അപ്പൊ 60 ഡേയ്സ് കൊണ്ട് പ്രീവിയസ് ഇയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹോട്ട് ടോപ്പിക്സും, അതായത് ആ ഒരു എക്സാമിന്റെ സ്റ്റേജ് രീതി മാറിയത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായത് തൊട്ടുള്ള 2018 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ കൃത്യമായിട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷം അതിൽ വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് പ്ലസ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 60 ഡേയ്സ് ഹോട്ട് ടോപ്പിക്സ് പ്ലാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 20 ദിവസമേ ആയിട്ടുള്ളൂ. അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള അത് ഫോളോ ചെയ്യാം. നമ്മളിവിടെ പേയ്മെന്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ക്ലാസ് തരണേ. താല്പര്യമുള്ള കുട്ടികൾ കയറിക്കോളും. അതുപോലെ തന്നെ പിന്നെ 30 ഡേയ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്. ക്വസ്റ്റ്യൻ പേപ്പർ അതായത് 2018 തൊട്ട് PSC ചോദിച്ചിട്ടുള്ളത് വേണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉൾക്കൊള്ളിക്കുന്നത്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026 25 24 ഒക്കെ നടന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസ് ആണ്. അത് നമ്മൾ നടത്തുന്നുണ്ട്. ഇന്നും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് ടോപ്പിക്സിന്റെ ആയാലും അതുപോലെ തന്നെ എന്തിന്റെ നമ്മുടെ സ്റ്റിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്ന കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഭംഗിയായിട്ട് അത് പഠിക്കണു. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല, എക്സ്പ്ലനേഷൻ ഉള്ളത് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പഠിച്ചു പോണേ. ഇനി നിങ്ങൾക്ക് സമയമില്ല, 30 + 30 60 ഡേയ്സ് നിങ്ങൾ കണക്കിൽ കൂട്ടിയാൽ മതി, അത്ര ദിവസം തന്നെയുള്ളൂ. പക്ഷെ ഇതൊരു 10th പ്രിലിംസ് ആണ്, ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള ഒരു മേഖലയാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസും കൂടി ആയതുകൊണ്ട് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും നേടാനായിട്ട് ഇത് സാധിക്കും. അത് യാതൊരുവിധ സംശയവും ഇല്ല. ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾക്ക് വേറൊരു സ്റ്റേജോ അതിനു വേണ്ടി ഒരു എന്താ പറയാ റിവിഷനോ കാര്യങ്ങളോ ഒന്നും നടത്താൻ നമുക്ക് സമയമില്ല എന്ന് മനസ്സിലാക്കുക. വളരെ ലിമിറ്റഡ് ടൈം ഉള്ളൂ. ജൂലൈ 18 നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. അപ്പൊ ജൂലൈ 18 നമ്മൾ ഇത് നേടിയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആ നല്ല മാർക്കുകളിൽ ഒരു 75-80 മാർക്കുകളിൽ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെങ്കിലും എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ പേയ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്ലാസ് ആണ്. നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന ജോലിയില്ലാത്ത ആൾക്കാർക്കാണെങ്കിലും ആർക്കും സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ടീച്ചർ പറയുള്ളൂ. നമ്മൾ ഒരു 60 ഡേയ്സ് നിങ്ങൾ ഇതിനു വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കൂ. എന്താ ഉണ്ടാവും? നമുക്ക്
കിട്ടുകയാണെങ്കിൽ വലിയൊരു വളരെ നല്ല സാലറിയോട് കൂടിയ നല്ലൊരു പോസ്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ലാസ്റ്റ് ഗ്രേഡ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. നമ്മൾ KSFE പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല സാലറിയും അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെവ്കോ LDCയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത്രയ്ക്കധികം എന്താ പറയുന്നത് വേക്കൻസീസ് ഉണ്ടാവില്ല. പക്ഷെ ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 3000-ലധികം വേക്കൻസീസ് ഇപ്പൊ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയാണെങ്കിലും നിങ്ങൾ പഠിച്ചത് നേടുക മക്കളെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക്, ആയിക്കോട്ടെ. പക്ഷെ വളരെ നമ്മളിപ്പോ എന്താ പറയുക, ഏത് എക്സാമിന് വേണ്ടിയിട്ടായാലും 24 മണിക്കൂറും ഇരുന്ന് പഠിക്കണോ എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ പഠിക്കുന്നത് കുറച്ച് ടൈം ആണെങ്കിൽ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, സ്മാർട്ടായിട്ടാണോ നമ്മൾ സ്റ്റഡി ചെയ്യണം. എല്ലാം വലിച്ചു വാരി പഠിക്കുന്നേക്കാൾ ആവശ്യമുള്ളത് ഭംഗിയായിട്ട് പഠിച്ചിട്ടാണ് ഒട്ടുമുക്കാൽ ഭാഗം കുട്ടികളും ജോലി നേടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും എന്താണ് സ്റ്റേജുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഒരു ദിവസമാണ്, ജൂലൈ 18-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോണേ. അപ്പൊ അതിന്റെ ആ ഒരു ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ പരീക്ഷയെ നേരിടാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ട് പോവുക കേട്ടോ. ടീച്ചർ ക്ലാസ് ഒക്കെ കണ്ടു നോക്കുക. ക്ലാസ് കണ്ടിട്ട് ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും ശ്രമിക്കൂ കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഈ 60 ദിവസം കൊണ്ട് എല്ലാ കുട്ടികളും ഭംഗിയായിട്ട് പഠിച്ചെത്താൻ രീതിയിലുള്ള ഒരു ക്ലാസ്സുകളാണ്, വളരെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ളതൊന്നുമില്ല. ഇനി ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് SCERT കൂടി ഫോളോ ചെയ്യാൻ പറ്റുക വെച്ചാൽ അതിനേക്കാൾ നന്നായിരിക്കും. SCERT ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോട്ട് ടോപ്പിക്സ് ടീച്ചർ ചെയ്യുന്നത്. പ്ലസ് SCERTയുടെ ക്ലാസ് ടീച്ചർ വേറെയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ.